ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഒരു സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാരി ബ്ലൗസ് എന്ന് പറയുന്നത് 47 ഇഞ്ച് ബ്രസ്റ്റ് വണ്ണമുള്ളതും അത് ഒറ്റ ടക്ക് കൊണ്ട് ചെയ്യുന്നതുമായ ഒരു ബ്ലൗസാണ്. ഒറ്റ ടക്കുള്ളതും 47 ഇഞ്ച് ബ്രസ്റ്റ് വണ്ണമുള്ള ബ്ലൗസാണ്. അപ്പോൾ അതിന് ഇത് ലൈനിങ് ബ്ലൗസാണ്. അപ്പോൾ അതിൻ്റെ അടിവശം ഞാനിങ്ങനെ നേരെ ഒരു ലൈൻ വരച്ചതൊന്ന് കറക്റ്റ് ചെയ്യുവാണ്. അതിനുശേഷം ഞാൻ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിടും. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. ഞാൻ അവിടുന്ന് മുകളിലേക്ക് ഇറക്കം മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഇറക്കം 17 ഇഞ്ചാണ്. അപ്പോൾ 17 ഇഞ്ച് ഇറക്കം ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം 1/4 ഇഞ്ച് പോയിന്റും തയ്യൽ തുമ്പും മാർക്ക്. അപ്പോൾ ഇത് ഇറക്കം 17 ഇഞ്ച്, അതിനുശേഷം 1/4 ഇഞ്ച് പോയിന്റും തയ്യൽ തുമ്പും. ഇനി ഇതിൽ ഷോൾഡറാണ് മാർക്ക് ചെയ്യണത്. ഇതിൻ്റെ ഷോൾഡർ 16 ഇഞ്ചാണ്. അപ്പോൾ 16 ഇഞ്ച് ഷോൾഡർ ഉള്ളപ്പോൾ അതിൻ്റെ നേർ പകുതി 8 ഇഞ്ച് മാർക്ക് ചെയ്യുകയല്ല ചെയ്യണം. ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം അനുസരിച്ച് ഷോൾഡറിൽ വ്യത്യാസം വരും. അപ്പോൾ ഷോൾഡർ 16 ഇഞ്ചാണ്. ഇതിൻ്റെ ബാക്കി കഴുത്ത് 5.5 ഇഞ്ച് ഇറക്കമുണ്ട്. ഫ്രണ്ട് കഴുത്തിന് 6.5 ഇഞ്ച് ഇറക്കമുണ്ട്. കഴുത്തിന് 6.5 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ച് ഷോൾഡറിൻ്റെ വീതി കുറച്ച് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഴുത്തിൻ്റെ ഇറക്കം 5.5 ഇഞ്ചാണ്. അപ്പോൾ 5.5 ഇഞ്ച് ആയതുകൊണ്ട് ഞാനതിൽ 1/4 ഇഞ്ച് കുറച്ച് 5.25 ഇഞ്ചിന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും എന്നുള്ളതുകൊണ്ടാണ്. കഴുത്തിൻ്റെ വീതി 6.5 ഇഞ്ചാണ്. അപ്പോൾ അതിന് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കഴിച്ച് ബാക്കി 3 ഇഞ്ചിൽ അതിൻ്റെ വീതി മാർക്ക് ചെയ്യാം. അപ്പോൾ അത് ഞാനിങ്ങനെ 2 സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. അതായത് കഴുത്തിൻ്റെ ഇറക്കവും കഴുത്തിൻ്റെ വീതിയുമാണ് ഞാനിപ്പോൾ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് റൗണ്ട് കഴുത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്കെയിൽ കൊണ്ട് അതിൻ്റെ ഷേപ്പ് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ആവശ്യത്തിനായിട്ട് എല്ലാ ഷേപ്പും ആ സ്കെയിലിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പ് കൊടുത്തു. അപ്പോൾ ഇനി 5.5 ഇഞ്ച് ബാക്കിയിലെ കഴുത്ത് ഇറക്കമുള്ളത് കൊണ്ടും 6 ഇഞ്ച് കഴുത്തിന് വീതി ഉള്ളത് കൊണ്ടും ഇതിൻ്റെ ഷോൾഡർ 16 ഇഞ്ചാണ്. അതിൽ നിന്ന് 1.25 ഇഞ്ച് കുറച്ച് 14.25 ഇഞ്ച്. 1.25 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 14.25 ഇഞ്ച്. 14.25 ഇഞ്ചിൻ്റെ പകുതി 7 പോയിൻറ്റും. അത് 7 ആയാലും കുഴപ്പമില്ല കേട്ടോ. 7 പോയിൻ്റ് എന്നുള്ളത് 7 ആയാലും കുഴപ്പമില്ല. അപ്പോൾ 1.25 ഇഞ്ച് കുറച്ച് ഷോൾഡറിൽ നിന്ന് 1.25 ഇഞ്ച് കുറച്ച്. അപ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ചാണ് ഷോൾഡറിൻ്റെ വീതി കുറയണത് കേട്ടോ. 5.5 ഇഞ്ച് വീതി 5.5 ഇഞ്ച് കഴുത്തിറക്കമുള്ള ബാക്കി കഴുത്തിന് 5.5 ഇഞ്ച് ഇറക്കം ഉള്ളത് കൊണ്ടാണ് മൊത്തം ഷോൾഡറിൽ നിന്ന് 1.25 ഇഞ്ച് കുറച്ചിട്ട് അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ലൈൻ ഞാനിങ്ങനെ നേരെ വരയ്ക്കുകയാണ്. ആ ലൈനിലാണ് നമ്മളിനി കൈക്കുഴി മാർക്ക് ചെയ്യണം. അതായത് ആം ഹോൾ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ആം ഹോൾ മാർക്ക് ചെയ്യുന്നതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/6 നിന്ന് 1/2 ഇഞ്ച് കുറച്ചാണ് മാർക്ക് ചെയ്യണം. ഒരു പ്രാവശ്യം കൂടി പറയാം. ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/6 നിന്ന് 1/2 ഇഞ്ച് കുറച്ച്. ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 43.5 ഇഞ്ചാണ്. അപ്പോൾ 43.5 ഇഞ്ചിൻ്റെ 1/6 എന്ന് പറയുമ്പോൾ 7.25 ഇഞ്ചാണ്. അപ്പോൾ 7.25 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ 6.25 ഇഞ്ച്. അപ്പോൾ 6.25 ഇഞ്ചിൽ ഞാൻ ഇതിൻ്റെ ആം ഹോളിൻ്റെ ലൈൻ മാർക്ക് ചെയ്യുക.
അപ്പോൾ ആമോളിൻ്റെ ലൈൻ മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട്, അതായത് 6.25 സെൻറ്റർ കണ്ടിട്ട്, അത് 3.25 പോയിൻറ്റും അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ബോഡിയുടെ ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിനോട് നമ്മൾ 3 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4/1 മാർക്ക് ചെയ്യണം. അതായത് ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിനോട് 3 ഇഞ്ച് കൂട്ടിയതിന് ശേഷം അതിൻ്റെ 4/1 നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 43 റേഞ്ചാണ്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് കിട്ടുമ്പോൾ 46 റേഞ്ചായി. 46 ഇഞ്ചിനെ നമ്മൾ 4 ആക്കുമ്പോൾ 11 ഇഞ്ചായി. 11 ഇഞ്ച് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം. അതിനോട് ചേർത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തു, അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ചെസ്റ്റിൻ്റെ ശരീരത്തിൽ നിന്ന് അളവെടുത്ത ചെസ്റ്റിൻ്റെ അളവിനോട് 3 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4/1 ചെസ്റ്റ് മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി ഇത് മാർക്ക് ചെയ്യുന്നത് ബ്രസ്റ്റിൻ്റെ, അതായത് ടക്ക് പോയിൻ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ മുറിക്കുന്നത് ബാക്ക് പീസാണെങ്കിൽ ഞാനിവിടെ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ ഫ്രണ്ട് പീസ് മുറിക്കുമ്പോൾ പറയാം. അപ്പോൾ ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൽ ടക്ക് പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ്. അപ്പോൾ 10.5 ഇഞ്ചിൽ ഞാൻ തയ്യൽ തുമ്പ് കഴിച്ച് 10.5 ഇഞ്ചിൽ ഞാൻ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തു. അവിടെ ഞാനൊരു ലൈൻ കൊടുക്കുകയാണ്. ഇത് ബാക്ക് പീസാണ്. ഇവിടെ എന്തിനാണ് ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തതെന്ന് ഫ്രണ്ട് മുറിക്കുമ്പോൾ പറയാം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, നമ്മൾ ഈ ഹാം ഹോളിൻ്റെ പകുതി മാർക്ക് ചെയ്തായിരുന്നു. അവിടെ നമ്മളിങ്ങനെ സ്കെയിലിങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഷോൾഡറിൻ്റെ ആ തയ്യൽ തുമ്പിൻ്റെ ആ ലൈനിൽ നിന്ന് 1/2 ഇഞ്ചോളം മാറി നിൽക്കത്തക്കവണ്ണം 2 ലൈനിലും മുട്ടിച്ചുകൊണ്ട്, നമ്മൾ ഈ സൈഡിലെ ലൈനിൽ താഴത്തെ ലൈനിൽ മുട്ടിച്ചുകൊണ്ട് നമ്മൾ ഇതിന് ഷേപ്പ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആം ഹോള്. അപ്പോൾ ഈ ആം ഹോള് ഞാൻ ബോഡിയിൽ നിന്ന് അളവെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ആം ഹോള് 19.5 ഇഞ്ചുണ്ട്. ആ 19.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ ലൂസ് ചേർത്തിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ആ 1 ഇഞ്ച് ലൂസ് ചേർക്കുമ്പോൾ ഇതിന് 20.5 ഇഞ്ചുണ്ടാവും. അപ്പോൾ ഇതിന് പകുതി 10.25 ഇഞ്ച് കിട്ടണം. അപ്പോൾ ഇത് 10.25 ഇഞ്ചുണ്ടോ എന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇത് ഇത് കൃത്യം 10.25 ഇഞ്ചുണ്ട്. അപ്പോൾ അതിൻ്റെ ആമോള് കൃത്യം 10.25 ഇഞ്ച്. അപ്പോൾ അത് നമ്മളെങ്ങനെ ആമോൾ മാർക്ക് ചെയ്തതെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് നമ്മൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 6/1 നിന്ന് 1/2 ഇഞ്ച് കുറച്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത ആം ഹോളിനോട് 1 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട്, ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ 1 ഇഞ്ച്, മറ്റേ ബ്ലൗസ് ആണെങ്കിൽ 3/4 ഇഞ്ച് കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ 1 ഇഞ്ച് ലൂസ് കൂട്ടിക്കൊണ്ട് അതിൻ്റെ പകുതി നമ്മൾ അളന്നു. അപ്പോൾ 10.25 ഇഞ്ച്, അത് 10.25 ഇഞ്ച് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഇടുപ്പ് വണ്ണം, അതായത് വേസ്റ്റ് വണ്ണം അല്ലെങ്കിൽ വയറിൻ്റെ ആ ഭാഗത്തുള്ള വണ്ണം, വയറിൻ്റെ ഭാഗത്തുള്ള വണ്ണം എന്ന് പറയുന്നത് 39.5 ഇഞ്ചാണ്. അപ്പം 39.5 ഇഞ്ചിൻ്റെ 4/1, നല്ലെന്ന് പറയുന്നത് 9.25 പോയിൻറ്റും. അതിന് നമുക്ക് 10 ഇഞ്ച് കൊടുക്കാം. 1/2 ഇഞ്ച് ബാക്കിൽ ടക്കുണ്ട് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് നമുക്ക് ടക്കിനും കൊടുക്കാം. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് തയ്യൽ തുമ്പ്, ഇത് അടിവണ്ണത്തിൻ്റെ അല്ലെങ്കിൽ വേസ്റ്റ് വണ്ണത്തിൻ്റെ 4/1, അതിനോട് നമ്മൾ 1/2 ഇഞ്ച് ടക്കിന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇനി ഇതിൻ്റെ ടക്ക് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലാണ്, സെൻറ്ററിൽ ടക്ക് മാർക്ക് ചെയ്തു. അപ്പോൾ മുകളിലേക്ക് നമ്മൾ
4.5 ഇഞ്ച് ടക്കിന് നീളം കൊടുക്കാം. 4.5 ഇഞ്ച് ടക്കിന് നീളം കൊടുക്കാം. അപ്പോൾ 4.5 ഇഞ്ച് ടക്കിന് നീളം കൊടുത്ത് ടക്കിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്യാം. 1/4 ഇഞ്ച് ഒരു സൈഡിലേക്ക് വെച്ച് 1/2 ഇഞ്ച് ടക്ക്. അപ്പോൾ ടക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ അടിവശത്ത് നമ്മളൊരു 1/4 ഇഞ്ച് ഈ ടക്കിൻ്റെ ഉടം വരെ ഒരു 1/4 ഇഞ്ച് ഷേപ്പ് കൊടുക്കണം. അതെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടക്ക് നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ച് വരുമ്പോൾ ഇത് നേരെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ചെറിയ ഒടിവ് പോലെ ഒരു ചെറിയ ചെരിവുണ്ടാവും. അതുകൊണ്ടാകാതിരിക്കാനായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ചെരിച്ചിങ്ങനെ കൊടുക്കും. അപ്പോൾ ഇതാണ് ബാക്കിൻ്റെ മാർക്ക് കഴിഞ്ഞു. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ടക്കുള്ളത് കൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി അടിവണ്ണത്തിൻ്റെ 4/1 1/2 ഇഞ്ച് കൂട്ടി ടക്കിനുള്ളതും കൂടെ കൂട്ടി മാർക്ക് ചെയ്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അങ്ങനെ ബാക്കിൽ മാർക്ക് ചെയ്ത് തീർന്നു. അപ്പോൾ ഇനി ഷോൾഡറിൻ്റെ ഇവിടെ നമുക്ക് ഷോൾഡറിന് വീതി കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഇതിന് ഷേപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഷേപ്പ് കൊടുക്കുന്നത് ഈ തയ്യൽ തുമ്പിൻ്റെ ഈ അടിയിലത്തെ വരെ കൈക്കുഴിയുടെ അവിടെയുള്ള അടിയിലത്തെ വരയെന്ന് കഴുത്തിൻ്റെ ഇവിടെയുള്ള മുകളിലത്തെ വരയിലേക്കാണ് ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഒരു 1/4 ഇഞ്ച് പോയിൻ്റ് 1/4 ഇഞ്ച് പോയിൻ്റ് ഷേപ്പ് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ഡ്രസ്സിൻ്റെ ബാക്കാണ് കേട്ടോ. അതുകൊണ്ട് വെച്ചാണ് അപ്പോൾ ഇതിൻ്റെ വണ്ണം ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യണം. ഇങ്ങനെ താഴെയും വണ്ണം നമ്മൾ മാർക്ക് ചെയ്യണം. ടക്ക് മാർക്ക് ചെയ്യണം. അതിൻ്റെ ടക്കിന് നമ്മളിങ്ങനെ സൂചി കൊണ്ട് അതിൻ്റെ പോയിൻ്റ് ഇങ്ങനെ കുത്തി അപ്പുറം നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ സൂചി കൊണ്ട് നമ്മളിപ്പുറം കുത്തി അതിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ താഴേക്ക് വരയ്ക്കുക. ഇവിടെയും 1/4 ഇഞ്ച് വരയ്ക്കുക. അപ്പം നമുക്ക് തയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ടക്ക് മാർക്ക് ചെയ്തു. 2 സൈഡും ടക്ക് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് മുറിക്കാൻ പോകാം. ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത് തേര് ഭാഗം നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് ഇടണം. ബാക്കി മുറിച്ച സമയത്ത് നമ്മൾ തേര് ഭാഗം നമുക്ക് എതിരായിട്ടായിട്ടോ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇടുന്നത് തേര് ഭാഗം നമുക്ക് നമ്മൾ നിൽക്കുന്ന ആ സൈഡിലേക്ക് ചേർത്താണ് ഇടുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ബാക്കി പീസ് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കി പീസ് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കി പീസ് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തേരിൻ്റെ ഇവിടെ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് മാറ്റി ഇടണം കേട്ടോ. തേരിൻ്റെ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് മാറ്റി ഇങ്ങനെ ഇട്ടതിന് ശേഷം വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോൾഡർ ഇങ്ങനെ നേരെ ഒന്ന് വരയ്ക്കണം. ആദ്യം ഷോൾഡർ ഇങ്ങനെ നേരെ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ബാക്കിൻ്റെ ലെവലിൽ നമ്മളിങ്ങനെ ഈ കഴുത്തിൻ്റെ ആ ഭാഗത്ത് നേരെ ഒരു ലൈൻ കൊടുക്കണം. നേരെ ഒരു ലൈൻ കൊടുക്കണം. അതിനുശേഷം നമ്മളിവിടെ കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഈ എൻഡ് മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ വണ്ണം മാർക്ക് ചെയ്യണം.
അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ആ ലൈൻ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കതിനെയൊക്കെ ഒന്ന് ലെവൽ ചെയ്യാം. അതായത് കറക്റ്റായിട്ടൊന്ന് നേരെ വരച്ചെടുക്കും. അപ്പോൾ ഇത് ഷോൾഡറിൻ്റെ മുകളിൽ 4 പോയി തയ്യൽ തുമ്പ്. ഇനി ആം ഹോളിൻ്റെ ലൈനാണ്, അതിങ്ങനെ താഴേക്ക് നേരെ വരയ്ക്കണം. ആം ഹോൾ നമ്മളിവിടെ സ്ക്വയറായിട്ട് നമ്മളിങ്ങനെ വരച്ചെടുക്കണം. ഇനി നമ്മൾ ഫ്രണ്ടിലെ കഴുത്താണ്. ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് ഇറക്കവും 6.5 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ ഈ 6.5 ഇഞ്ച് വീതിക്ക് നമ്മൾ 3 ഇഞ്ചാണ് വീതി മാർക്ക് ചെയ്തത്. കാരണം 4 ഇഞ്ച് തയ്യൽ പോരും. ഇനി 6.5 ഇഞ്ച് ഇറക്കത്തിന് നമ്മൾ 6.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 6.25 ഇഞ്ച്. അപ്പോൾ 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തയ്ച്ച് വരുമ്പോൾ 6.5 ഇഞ്ച് കിട്ടും. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ ടക്കുള്ള ബ്ലൗസാണ്. ഒറ്റ ടക്കുള്ള ബ്ലൗസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ അല്പം വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കഴുത്തിൻ്റെ മുകൾ വശം നമ്മൾ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. എന്നാൽ ഇതിൻ്റെ താഴെ വശം നമ്മൾ 4 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യും. അതായത് 3 ഇഞ്ച് എന്നുള്ളത് 3.25 ഇഞ്ച് മാർക്ക് ചെയ്യും. 3.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ചെറിയ ഷേപ്പോട് കൂടി അങ്ങനെ വരയ്ക്കും. അങ്ങനെ വരയ്ക്കും. അവിടെ നമ്മൾ ആം ഹോൾ സ്കെയിൽ വെച്ച് നമ്മളതിന് ഷേപ്പ് കൊടുക്കുവാണ്. ഇവിടെ റൗണ്ട് ഷേപ്പാണ്. ആ ഷേപ്പ് കൊടുത്തു. ഇനി നമ്മൾ ആം ഹോള് നമ്മൾ താഴോട്ട് ഇറക്കി വരച്ചതിൻ്റെ പകുതി നമ്മൾ കാണാം. 6.25 6.25ൻ്റെ പകുതി 3.25 പോയിൻറ്റും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഷേപ്പ് വരയ്ക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ആം ഹോൾ താത്തി വരച്ച ഈ ലൈനിൽ നമ്മളൊരു 3/4 ഇഞ്ച് താഴെ ഈ സൈഡിലെ ഈ ലൈനിൽ നിന്ന് 3/4 ഇഞ്ച് നമ്മളിങ്ങനെ അകത്തി വരയ്ക്കണം. ആ 3/4 ഇഞ്ചിന് അകത്തി വരച്ചതിലേക്ക് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്കെയിലിന് നമ്മൾ നേരെ ഇങ്ങനെ വരയ്ക്കണം. നേരെ വരയ്ക്കും. അതിന് ശേഷം വേണം നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇതാണ്. സെൻറ്ററിൽ നമ്മൾ സ്കെയിലിങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ അതിനെ ഷേപ്പ് കൊടുക്കണം. അതാണ് അതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇതിന് ഷോൾഡറിന് നമ്മൾ ഷേപ്പ് കൊടുക്കണം. ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ടക്ക് പോയിൻ്റാണ്. അപ്പോൾ ടക്ക് പോയിൻ്റ് ബാക്കിൽ നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അത് ഒന്നല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ മാർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ടക്ക് പോയിൻ്റ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ തയ്യൽ തുമ്പ് കഴിച്ച് ടക്ക് പോയിൻ്റ് 10.5 ഇഞ്ചാണ്. അപ്പോൾ 10.5 ഇഞ്ച് നമ്മൾ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യും. ഇനി നമ്മൾ ചെയ്യണത് ഈ 10.5 ഇഞ്ച് ടക്ക് പോയിൻ്റ് ചെയ്ത ഈ ലൈനിൽ നമ്മൾ ബ്രസ്റ്റ് ലൂസ് മാർക്ക് ചെയ്യണം. ആ ബ്രസ്റ്റ് ലൂസ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബ്രസ്റ്റിൻ്റെ വണ്ണത്തോട് 3 ഇഞ്ച് ലൂസ് കൂട്ടണം. അതതിൻ്റെ ബ്രസ്റ്റ് 47ആണ്. 47ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 50 അപ്പോൾ 50ൻ്റെ 4/1 എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ്. അപ്പോൾ 12.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ 12.5 25. അപ്പോൾ ബാക്കി 25 നമുക്ക് ബാക്കി പീസിൽ കിട്ടണം.
അപ്പോൾ ബാക്കി വിസയിൽ നമുക്ക് 25 ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ലൈനാണ് ഈ ബ്രസ്റ്റ് പോയിൻ്റ്. അപ്പോൾ അതിനാണ് ഞാൻ ഈ ബാക്കി വിസയിൽ ബ്രസ്റ്റ് പോയിൻ്റ് വരച്ചത്. അപ്പോൾ ഈ ബ്രസ്റ്റ് പോയിൻറ്റിൽ ഫ്രണ്ടിലെ ബ്രസ്റ്റ് പോയിൻറ്റിൽ നമുക്ക് 12.5 ഇഞ്ച് കിട്ടിയാൽ 25 ഇഞ്ചാവും. അപ്പോൾ ബാക്കി 25 ഇഞ്ച് നമുക്ക് ബാക്കിൽ കിട്ടണം. അപ്പോൾ ഇവിടെ 25 ഇഞ്ച് കിട്ടത്തില്ല. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് 22.5 ഇഞ്ചാണ്. അപ്പോൾ 22.5 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയേക്കണം. അപ്പോൾ 2.5 ഇഞ്ചിൻ്റെ കുറവുണ്ട്. 2.5 ഇഞ്ചിൻ്റെ കുറവെന്ന് പറയുമ്പോൾ വൺ സൈഡ് 1.25 ഇഞ്ച് കുറവുണ്ട്. അപ്പോൾ ആ 1.25 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇവിടെ കൂട്ടി കൊടുക്കണം. അതായത് 12 13.25 ഇഞ്ച് നമ്മളിവിടെ ലൂസ് കൊടുക്കണം. ഈ ബ്രസ്റ്റ് ലൈനിൽ 13.25 ഇഞ്ച് ലൂസ് കൊടുക്കണം. അതിനുശേഷം നമ്മളതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഇത്രയും ഷേപ്പ് വ്യത്യാസം വരും കേട്ടോ. അതുകൊണ്ടോ ഇത്രയും ഷേപ്പ് വ്യത്യാസം വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും. അപ്പോൾ ഇത് 3 ടക്കുള്ള ബ്ലൗസ് ആണെങ്കിൽ അത്രയും അകത്തി വരയ്ക്കേണ്ട കാര്യമില്ല. ഇത് ഒറ്റ ടക്കുള്ളത് കൊണ്ടാണ് ഇത്രയും വ്യത്യാസം വന്നു കേട്ടോ. അപ്പോൾ ഇത് 3 ടക്കുള്ള ബ്ലൗസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഈ ലൈൻ കുറച്ചുകൂടി അടുപ്പിച്ചിട്ട് ഈ ടക്കയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടുന്ന് ടക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇത്രയും അങ്ങ് നീങ്ങിപ്പോയത്. അപ്പോൾ അന്നേരം ഈ വലിയ താഴത്തെ ടക്ക് വലിയ വീതിയുള്ള ടക്കായിട്ട് വരും. അപ്പോൾ നമുക്കിനി മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടക്കിൻ്റെ ഇറക്കമാണ്. ഇതിൻ്റെ ടക്കിൻ്റെ ഇറക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടക്ക് പോയിൻ്റ് എത്രയാണോ അതിൻ്റെ 1/3 ടക്കിൻ്റെ ഇറക്കം. ടക്ക് പോയിൻ്റ് 10.5 ഇഞ്ചാണ്. അതിൻ്റെ 1/3 എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ടക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ അത് മനസ്സിലായി ഞാൻ വിചാരിക്കണം. അപ്പോൾ ടക്ക് പോയിൻറ്റിൻ്റെ 1/3 ടക്കിൻ്റെ ഇറക്കം. അപ്പോൾ ടക്കിൻ്റെ ഇറക്കം അതാണ്. ഇനി ടക്കിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ടക്കിൻ്റെ വീതി മാർക്ക് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം ബ്രസ്റ്റ് പോയിൻറ്റും തമ്മിലുള്ള അകലം എത്രയാണോ അത് ആദ്യം മാർക്ക് ചെയ്യണം. ഇതിന് ഞാൻ അളവെടുത്തപ്പോൾ 8.5 ഇഞ്ചാണ് ബ്രസ്റ്റ് പോയിൻറ്റിൽ നിന്ന് ബ്രസ്റ്റ് പോയിൻറ്റിലേക്ക്. 2 ബ്രസ്റ്റ് പോയിൻറ്റ് തമ്മിലുള്ള അകലം 8.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 4.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. ആ 4.25 ഇഞ്ച് തന്നെ ഞാൻ താഴെയും മാർക്ക് ചെയ്തു. അതുകൊണ്ട് ഞാനിവിടെ അത് ലൈൻ വരച്ച് ബന്ധിപ്പിച്ചു. ഇനി നമുക്ക് ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കാം. ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവണ്ണത്തിൻ്റെ, അതായത് വേസ്റ്റ് വണ്ണത്തിൻ്റെ അഥവാ വയർ വണ്ണത്തിൻ്റെ 4/1 എത്രയാണോ അത് ഈ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് അടിവണ്ണം എന്ന് പറയുന്നത് 39.5 ഇഞ്ചാണ്. അപ്പോൾ അതിന് നമുക്ക് 9.25 പോയിൻ്റ് വേണം നമ്മൾ മാർക്ക് ചെയ്യണം. 9.25 പോയിൻ്റ്. അപ്പോൾ ഈ 9.25 പോയിൻ്റ് നമ്മളിവിടെ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത ആ ലൈനിൽ നമ്മൾ അടിവണ്ണത്തിൻ്റെ 4/1 നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ മാർക്കിൽ നിന്ന് ഈ ലൈനിലേക്ക്, അതായത് ഈ ചെസ്റ്റ് അളവിൽ നിന്ന് ബ്രസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ആ ലൈന് നമ്മൾ നേരെ വരച്ചു. ആ ലൈനിലേക്ക് എത്ര വ്യത്യാസമുണ്ടോ നമ്മൾ നോക്കണം. അതായത് ഇത് 4.25 ഇഞ്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ 4.25 ഇഞ്ച് ഇത് വ്യത്യാസമുണ്ട്. 4.25 തികയില്ല, 4.5 പോയിൻറ്റും ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് 4.5 കണക്കൂട്ടാം. അപ്പം 4.5 ഇഞ്ച് ഈ ടക്കിന് വീതി വരണം. അപ്പോൾ 4.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു സൈഡിലേക്ക് 2.25 ഇഞ്ച്. അപ്പോൾ 2.25 4.5 ഇഞ്ച്. അപ്പോൾ 4.5 ഇഞ്ച് വീതിയുണ്ട് ഈ ടക്കിന്. അതിനുശേഷം നമ്മളതിങ്ങനെ ചെരിച്ച് വരയ്ക്കുകയാണ്.
ഒറ്റ ടക്കേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. 3 ടക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങത്രയും വീതി വരത്തില്ലായിരുന്നു. ഒറ്റ ടക്കേ ഉള്ളൂ. അത് 47 ഇഞ്ച് ബ്രസ്റ്റ് ഉണ്ട്, 43 ഇഞ്ചാണ് ചെസ്റ്റ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം വന്നത്. അപ്പോൾ ഇതാണ് ടക്കിൻ്റെ വീതി. ഇത് ടക്കിൻ്റെ വീതി എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ അടിവണ്ണത്തിൻ്റെ 4/1 കഴിഞ്ഞ് ഈ ലൈനിലേക്ക് എത്ര അകലമുണ്ടോ അതാണ് ടക്കിൻ്റെ വീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കട്ടിങ് പടി, അതായത് ഫ്രണ്ട് പടിയും കൂടെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പടി മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടക്കിൻ്റെ ഇറക്കം എത്രയാണോ, ടക്കിൻ്റെ ഇറക്കം 3.5 അതിൻ്റെ പകുതി 1.25. 1.25 4 ഇഞ്ചും കൂടെ കൂട്ടി 2 ഇഞ്ച് മുകളിൽ നിന്ന് കേട്ടോ. അതായത് നമ്മൾ കട്ടിങ് പടിയാണ് വെട്ടുന്നത്. ഫ്രണ്ട് പടി വെട്ടുന്നതിൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടക്കിൻ്റെ വീതി ഇറക്കം അളക്കമാണ്. അപ്പം 3.5 ഇഞ്ച്, 3.5യുടെ പകുതി 1.25 ഇഞ്ച്, 1.25 ഇഞ്ച് 4 ഇഞ്ചും കൂടെ കൂട്ടി 2 ഇഞ്ച് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യുന്നു. അതിന് ശേഷമുള്ള, അതായത് ഇത് എത്രയുണ്ട്, 1.5 ഇഞ്ച്, 1.25 പോയിൻറ്റ്. അപ്പോൾ 1.25 പോയിൻറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ ആ ഷേപ്പ് തന്നെ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ഷേപ്പിൽ നിന്ന് നമ്മൾ ഈ ടക്കിൻ്റെ പോയിൻറ്റിലേക്ക് ഉണ്ടോ, ഈ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ടക്കിൻ്റെ പോയിൻറ്റിലേക്ക് വരയ്ക്കുകയാണ്. ടക്കിൻ്റെ പോയിൻറ്റിലേക്ക് വരച്ചു. അതിനുശേഷം നമ്മൾ ഈ പോയിൻ്റ് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഈ പോയിൻറ്റിലേക്ക് നമ്മളിങ്ങനെ ഒരു ചെറിയ റൗണ്ട് ഷേപ്പ് പോലെ നമ്മൾ ഈ പോയിൻറ്റിലേക്ക് വരച്ചു. ഇങ്ങനെ ഷേപ്പ് വരച്ചു. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പീസ്. ഇനി നമ്മൾ കട്ടിങ് പടി വെട്ടുന്നത് എങ്ങനെയാണെന്നാണ്. ഇപ്പോൾ കട്ടിങ് പടിയുടെ വീതി നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. ഇത് ബ്ലൗസ് അളവ് തന്നെടുത്തല്ല, ബോഡിയിൽ നിന്ന് അളവെടുത്ത് തയ്ക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് പടിയുടെ വീതി നമ്മൾ കണ്ടുപിടിക്കണം. കട്ടിങ് പടിയുടെ വീതി കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബാക്കിൻ്റെ പീസിൻ്റെ സൈഡ്, അതായത് ബാക്ക് പീസിൻ്റെ സൈഡ് എത്രയുണ്ടോ നമ്മൾ ആദ്യം അളന്ന് നോക്കണം. ഇതുണ്ടോ, ഇത് ബാക്ക് പീസിൻ്റെ നീളം എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ്. ആ 10.5 ഇഞ്ച് നീളത്തിൽ നിന്ന് ഈ ഫ്രണ്ടിൻ്റെ സൈഡ് നീളം കുറയ്ക്കണം. അപ്പോൾ ഇത് 7 ഇഞ്ചാണ്. അപ്പോൾ 10.5 ഇഞ്ചിൽ നിന്ന് 7 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ 3.5 ഇഞ്ച് കിട്ടും. അപ്പോൾ 3.5 ഇഞ്ചാണ് ഇതിന് കട്ടിങ് പടിയുടെ വീതി വേണ്ടത്. അപ്പോൾ ആ 3.5 ഇഞ്ച് വീതി എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടിവണ്ണത്തിൻ്റെ 4/1 മാർക്ക് ചെയ്ത ഈ പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ 3.5 ഇഞ്ചും അതിനോട് ചേർന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ 3.5 4 ഇഞ്ച്, രണ്ട് സൈഡിലേക്കും 4 ഇഞ്ച് വെച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മളത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. അതിനുശേഷം ഈ പോയിൻ്റ് ഉണ്ടല്ലോ, അടിവണ്ണത്തിൻ്റെ 4/1 മാർക്ക് ചെയ്ത് ഈ പോയിൻ്റ്, ആ പോയിൻ്റ് അവിടെ നമ്മളൊരു 4 ഇഞ്ച് ഷേപ്പ് കൊടുത്ത് താഴേക്ക് നമ്മൾ ഷേപ്പ് വരയ്ക്കണം. അതിനുശേഷം നമ്മളൊരു 1.25 ഇഞ്ചോ 1 ഇഞ്ചോ 1.25 ഇഞ്ചോ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. കണ്ടോ? അപ്പോൾ ഇതാണ് കട്ടിങ് പടി, അതായത് ഫ്രണ്ട് പടി. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ മാർക്ക് കഴിഞ്ഞു. കട്ടിങ് പടിയും ടക്കും കഴുത്തും ആം ഹോളും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അത് വെട്ടിയെടുക്കുവാണ്. അപ്പോൾ ഇത് ലൈനിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലൈൻ തേരി കഴിഞ്ഞ് 1/2 ഇഞ്ച് ഇട്ടിട്ടാണ് നമ്മളെടുത്തത്. അപ്പോൾ ഈ ലൈനിൽ നമ്മൾ കട്ട് ചെയ്യുകയല്ല, ഈ ലൈനിൽ നിന്ന് നമ്മൾ ഇവിടെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കും. അതിന് മുമ്പാട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ കഴുത്ത് നമ്മൾ അടിവശം വരച്ചപ്പോൾ 4 ഇഞ്ച് കൂട്ടിയാണ് വരച്ചത്. അപ്പോൾ ആ 4 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ കഴുത്തിൻ്റെ ഈ എൻഡിൽ നിന്ന് നമ്മൾ ആ 4 ഇഞ്ച് കുറയ്ക്കണം. ഈ കഴുത്തിൻ്റെ എൻഡിൽ നമ്മൾ 4 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഈ ടക്കിൻ്റെ പോയിൻറ്റിലേക്ക് വരയ്ക്കണം. അങ്ങനെ നമ്മൾ ടക്ക്
കാലിഞ്ച് ഷേപ്പ് നമ്മൾ താഴേക്ക് വരച്ചതിന് ശേഷം വേണം നമ്മൾ എന്നിട്ട് നമ്മൾ ഇവിടെ കാലിഞ്ച് തയ്യൽ തുമ്പ് വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ കഴുത്ത് നമ്മളിവിടെ കാലിഞ്ച് കൂട്ടി വരച്ചായിരുന്നു, അത് നമ്മളിവിടെ കുറച്ചു. എന്നിട്ട് നമ്മൾ ആ ലൈൻ വരച്ചു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടെ കാലിഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് നമ്മൾ കട്ട് ചെയ്യണം. കാലിഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് പടിയും കഴുത്തും ഫ്രണ്ട് പീസും എല്ലാം മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്യാം. നമുക്കതിൻ്റെ ടക്ക് മാർക്ക് ചെയ്യാം. വണ്ണം മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ടക്ക് പോയിൻ്റ് കുത്തിയിട്ട് നമുക്ക് മറുവശത്തും കൂടെ മാർക്ക് ചെയ്യാം. ടക്ക് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് മറുവശത്തും കൂടെ നമ്മൾ മാർക്ക് ചെയ്യും. അത് നമ്മളിങ്ങനെ കറക്റ്റ് മാർക്കിലേക്ക് നമ്മൾ ചേർത്ത് വരയ്ക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തു, ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് പടിയാണ്. പടി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്തിടാം. അതിനുശേഷം നമ്മളിവിടെ ഒരു ചെറിയ ഷേപ്പ് കൊടുക്കണം കേട്ടോ. ആ ടക്ക് വെട്ടിയിടം നേരെ ഇല്ല, അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു ചെറിയ ഷേപ്പായിട്ട് കൊടുക്കണം. അതുപോലെ ഈ പോയിൻ്റ് ലേശം ഒരു 4 ഇഞ്ച് നമ്മൾ എടുത്ത് കളയണം കേട്ടോ. പോയിൻ്റ് ഒരു 4 ഇഞ്ച് എടുത്ത് കളയണം. അപ്പോൾ ഇതാണ് കട്ടിങ് പടി. അപ്പോൾ ഇത് ലൈനിങ് തുണിയുടെ കട്ടിങ് പടി കേട്ടോ. ഇനി ഇത് നമ്മൾ യഥാർത്ഥ തുണിയിൽ വെച്ച് 2 പീസ് കട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കൈ കട്ട് ചെയ്യാം. ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് വണ്ണം കൂടുതലുള്ള ആളായതുകൊണ്ട് സ്ലീവിനെ ഒറ്റ പീസിൽ നിന്ന് ഒരു വീതിയിൽ നിന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഇതേ കഷ്ടി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്യാം.
നമുക്കത് കൈയുടെ എൻഡ് നമ്മൾ വരച്ചു. അത് കഴിഞ്ഞ് 1/2 ഇഞ്ച് നമ്മൾ അടിച്ചു മുറിക്കാനായിട്ട് നമ്മൾ 1/2 ഇഞ്ച് വരച്ചു. ഇതിൻ്റെ കൈയുടെ ഇറക്കം എന്ന് പറയണത് 8 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ച് ഇറക്കം നമ്മൾ വരച്ചു. അതിനുശേഷം നമ്മളത് നേരെ വരച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ 4 ഇഞ്ച് പോയിന്റ് തയ്യൽ വരച്ചു. ഇനി നമ്മളിവിടെ ഇതിൻ്റെ കൈയുടെ വണ്ണവും കൈക്കുഴി നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആം ഹോൾ ആദ്യം ഫ്രണ്ടിന് ആം ഹോൾ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ചെസ്റ്റിൻ്റെ 1/6 നിന്ന് 1/2 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ആം ഹോൾ വെട്ടിയത്. ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈയുടെ ആം ഹോൾ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെസ്റ്റിൻ്റെ വണ്ണത്തിൻ്റെ 5/1 4 ഇഞ്ച് കൂട്ടണം. നമ്മൾ ബ്ലൗസിൻ്റെ ബാക്കിന് ആം ഹോൾ മാർക്ക് ചെയ്തത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 6/1 നിന്ന് 1/2 ഇഞ്ച് കുറച്ചാണ്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 5/1 4 ഇഞ്ച് കൂട്ടിയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് 43.5 5/1 എന്ന് പറയുന്നത് 8.25. അപ്പോൾ 8.25 നമ്മൾ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 9 ഇഞ്ചാവും. അപ്പോൾ 9 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ആ 9 ഇഞ്ച് മാർക്കിൽ നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം. ആ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം. എന്നിട്ട് നമ്മളിവിടെ ഇത് മാർക്ക് ചെയ്തത് 9 ഇഞ്ചാണല്ലോ. ആ 9 ഇഞ്ചിന് നമ്മളിങ്ങനെ ടേപ്പ് ഈ തയ്യൽ തുമ്പിൻ്റെ ഈ മാർക്കുണ്ടല്ലോ, ഈ മാർക്കിലേക്ക് നമ്മൾ ടേപ്പ് ഇങ്ങനെ ചരിച്ച് 10 ഇഞ്ച് ആക്കണം. അതായത് 9 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. 1 ഇഞ്ച് ചരിച്ച് 1 ഇഞ്ച് കൂട്ടി 10 ഇഞ്ച് ചരിച്ച് വെക്കണം. 10 ഇഞ്ച് ചരിച്ച് ഈ തയ്യൽ തുമ്പിൻ്റെ ആ ലൈനിൽ നമ്മൾ 10 ഇഞ്ച് വേണം കേട്ടോ. അങ്ങനെ 10 ഇഞ്ച് ഇവിടെ 10 ഇഞ്ച് വേണം കേട്ടോ. അങ്ങനെ 10 ഇഞ്ചിൽ വരുമ്പോൾ നമ്മളവിടെ ആ പോയിൻ്റ് മാർക്ക് ചെയ്യണം. ഇതാണ് ആ പോയിൻ്റ്. അപ്പോൾ ഇതിൻ്റെ കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത് 4.25 ഇഞ്ചാണ്. അപ്പോൾ ആ 4.25 ഇഞ്ചിൽ നമ്മൾ നേരെ വരച്ചു. എന്നിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ മുൻകൈയുടെ വണ്ണമാണ് മാർക്ക് ചെയ്യണം. ഇത് മസിലിൻ്റെ അവിടുത്തെ വണ്ണമാണ്. ഈ മസിലിൻ്റെ അവിടുത്തെ വണ്ണമാണ് ഞാൻ പറഞ്ഞത്. ചെസ്റ്റ് വണ്ണത്തിൻ്റെ 5/1 4 ഇഞ്ച് കൂട്ടി. ഇനി നമുക്ക് മുൻകൈയുടെ വണ്ണമാണ്. മുൻകൈയുടെ വണ്ണം എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 8 ഇഞ്ച്. 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. നമ്മളതിവിടെ നേരെ വരച്ചു. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു. ബോഡിക്ക് കൊടുത്ത തയ്യൽ തുമ്പ് പോലെ തന്നെ ഇതിന് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി നമുക്ക് കൈക്കുഴിക്ക് ഷെയ്പ്പാണ് വരയ്ക്കണം. അപ്പോൾ ഈ 4.25-ൻ്റെ പകുതി 2 പോയിൻ്റ് വേണം. അപ്പോൾ 2.25 പോയിൻറ്റിൽ നമ്മളിതിൻ്റെ മാർക്ക് ചെയ്തു. പിന്നെ ഈ 9 ഇഞ്ചിൻ്റെ പകുതി 4.5 ഇഞ്ചാണ്. ആ 4.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 2 ലൈനും കൂടെ കൂട്ടിമുട്ടുന്നതാണ് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഉണ്ടോ, ഈ പോയിൻ്റാണ് എൻ്റെ സെൻറ്റർ. അപ്പോൾ ആ പോയിൻറ്റിൽ നമ്മൾ സ്കെയിൽ വെച്ച് നമ്മൾ ഷേപ്പ് കൊടുക്കണം. ആദ്യം നമ്മളിങ്ങനെ സ്കെയിൽ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഷേപ്പ് കൊടുത്തതിന് ശേഷം സ്കെയിൽ നമ്മളിങ്ങനെ തിരിച്ചു വയ്ക്കും. അപ്പോൾ ഇതാണ് കൈ സ്ലീവിൻ്റെ ആം ഹോൾ. ഇതാണ്. അപ്പോൾ നമുക്കിനി ഇത് വെട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്യാം.
മാർക്ക് ചെയ്യാം. നമ്മൾ മാർക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് കൈക്കുഴി ഫ്രണ്ട് കുഴിച്ചു വെട്ടണം. അപ്പോൾ നമുക്കത് കുഴിച്ചു വെട്ടാനായിട്ട് നമുക്കിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ചു വെട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും വെട്ടിക്കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കണം. ഇത് ബാക്കാണ്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തു. ഫ്രണ്ട് ഒറ്റട്ടക്കേ ഉള്ളൂ, അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കട്ടിങ് പടി, അതായത് ഫ്രണ്ട് പടി നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തു. അപ്പോൾ ബ്ലൗസിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ ഇടാം. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ വെട്ടിയെടുത്തത് ലൈനിങ് ആണ്. ഇത് ഞാൻ എൻ്റെ യഥാർത്ഥ തുണിയിൽ വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ അത് കട്ട് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. കമൻറ്റുകളും അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും നിങ്ങൾ മറക്കാതെ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും താങ്ക്സ്.